നമുക്കിനി പശ്ചിമേഷ്യയിലെ വിഷയങ്ങളിലേക്ക് ഒന്ന് പോകണം. US ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ് ഇപ്പോൾ ലഭിച്ച പശ്ചാത്തലമുണ്ട്. ഇവരുടെ വാക്കുകളിലേക്ക്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബയേഗി എക്സിൽ കുറിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, നേരിട്ടുള്ള ഒരു ചർച്ച സാധ്യമാകില്ല എന്ന് വേണം ഈ ഘട്ടത്തിലുള്ള ഇറാന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ത്രികക്ഷി സന്ദർശനത്തിനായാണ് ഈ ഇറാന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. പാകിസ്ഥാനും ഇറാനും അത്യാവശ്യം സൗഹൃദമുള്ള രാജ്യമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥത ഒരു പരിധിവരെ ഇറാൻ അംഗീകരിച്ചതാണ്. ഈ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുക, പാകിസ്ഥാൻ വഴി അമേരിക്കയിലേക്ക് അക്കാര്യങ്ങൾ കൈമാറുക, അതായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കാൻ പോവുക, അല്ലേ? ചിലപ്പോൾ ഇതിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ നിലവിൽ എല്ലാവരും ഒരേപോലെ കാത്തിരുന്ന കാര്യമാണ് ഈ പാകിസ്ഥാനിലേക്ക് ഇറാന്റെ പ്രതിനിധികൾ എത്തുക, അതുപോലെ തന്നെ ഒരു രണ്ടാം ഘട്ട ചർച്ചകൾ പുനരാരംഭിക്കുക എന്നതൊക്കെ. പക്ഷേ നിലവിൽ ഇറാൻ വ്യക്തമാക്കുന്നത് അമേരിക്കയുമായി ഒരു ചർച്ച തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പശ്ചിമേഷ്യയിലുള്ള നിലവിലെ സാഹചര്യങ്ങളെപ്പറ്റി പാകിസ്ഥാനെ അറിയിക്കുക മാത്രമായിരിക്കും ചെയ്യുക. ഇതിൽ തങ്ങളുടെ നിരീക്ഷണങ്ങൾ അത് പാകിസ്ഥാന് കൈമാറുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ഇറാൻ പ്രതിനിധികൾ എത്തുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇറാൻ പ്രതിനിധികൾ എത്തുന്നതിലേക്ക് വഴിവെച്ചത് പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് എത്തുമെന്നുള്ള ഒരു അഭ്യൂഹം അത് പരക്കാൻ തുടങ്ങിയത്. പിന്നാലെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വരുന്നത്. അമേരിക്കയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റാണ് പിന്നീട് ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. അവർ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, അവർ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമെന്നും കരോലിൻ ലെവിറ്റ് സൂചിപ്പിക്കുന്നു. അതുപോലെ ചർച്ചകൾ ഒരു ശുഭകരമായി തന്നെ പര്യവസാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് തന്റെ എക്സ് അക്കൗണ്ടിലുള്ള പോസ്റ്റ് വഴി ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ പറയുന്നത് നിലവിൽ അമേരിക്കയുമായി തങ്ങൾ ഒരു ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള തങ്ങളുടെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കും. നിലവിൽ തങ്ങൾ ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇസ്ലാമാബാദിൽ എത്തിയിട്ടുള്ള തങ്ങളുടെ സംഘം ഉടൻ തന്നെ ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിലേക്കും റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലേക്കും യാത്ര തിരിക്കും. ഇത്തരമൊരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗം മാത്രമാണ് നിലവിലുള്ള സന്ദർശനമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും അതുപോലെ തന്നെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി ഉൾപ്പെടുന്ന സംഘമാണ് പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും അതുപോലെ തന്നെ അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീറും ചേർന്നാണ് ഇരുവരെയും സ്വീകരിച്ചത്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ തന്നെ അസീം മുനീറുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടന്നു. പാകിസ്ഥാനിൽ ഇനി കൂടുതൽ ഒഫീഷ്യൽ അധികാരികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഈ അബ്ബാസ് അരക്ചി നടത്തുമെന്നാണ് സൂചനകളുള്ളത്. അതിനുശേഷം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫുമായിട്ടും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം ഇന്ന് അമേരിക്കയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും നാളെയോടെ ആയിരിക്കും പാകിസ്ഥാനിലെത്തുന്നത്. അവരെ കാണാൻ വേണ്ടി ഈ ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ നിൽക്കുമോ എന്നുള്ള
കാര്യം സംശയമാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ അത് പാകിസ്ഥാനെ അറിയിച്ചതിന് ശേഷം ആ നിരീക്ഷണങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിക്കാനായിരിക്കും ചിലപ്പോൾ ഇറാന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് ഏപ്രിൽ 11, 12 തീയതികളിൽ തെറ്റിപ്പിരിഞ്ഞതുപോലെയുള്ള ഒരു കൂടിക്കാഴ്ച നേരിട്ട് നടത്താതെ തങ്ങളുടെ ഒരു നിരീക്ഷണങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങൾ മാത്രം പാകിസ്ഥാനെ അറിയിച്ച് അത് പാകിസ്ഥാൻ വഴി അമേരിക്കയിലേക്ക് കൈമാറാനായിരിക്കും ഇറാന്റെ ഒരു ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലവിൽ സംഘർഷങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന മറ്റൊരു മേഖലയാണ് ലെബനൻ എന്ന് പറയുന്നത്. ലെബനനിൽ ഈ 3 ആഴ്ചത്തെ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇപ്പോഴും സംഘർഷങ്ങൾ അവിടെ വളരെ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി സൈനികരുടെ ആക്രമണത്തിൽ ഒരു 6 ഹിസ്ബുള്ള സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ 6 ഹിസ്ബുള്ള സൈനികരുൾപ്പെടെ മൊത്തം 12 പേർ ഇന്നത്തെ ആക്രമണത്തിൽ മാത്രം ലെബനനിൽ മരിച്ചിട്ടുണ്ട്. ഇതോടെ മേഖലയിലുള്ള ആകെ മരണസംഖ്യ ഉയർന്ന് 2491 ആയതായിട്ടാണ് വിവരമുള്ളത്. മേഖലയിൽ ഈ തെക്കൻ ലെബനൻ പ്രദേശത്ത് ഇസ്രായേലി സൈനികർക്ക് പൂർണ്ണ നിയന്ത്രണം, പൂർണ്ണ സ്വാതന്ത്ര്യം താൻ നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.